ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ദീപക് കുറെ ഒരു 25-ൽ കൂടുതൽ മൂവികൾ ചെയ്തിട്ടുണ്ടാവും, ചെറിയ സീനുകളും അടക്കം. എങ്ങനെയാണ് സ്വയം അനലൈസ് ചെയ്തത് ഈ ഒരു ഇത്രയും കാലം? ഞാൻ ഇതുവരെ അഭിനയിച്ച സിനിമയിൽ 2019 ഇപ്പോഴത്തേക്ക് 9 വർഷമായി സിനിമയിൽ റിലീസായിട്ട്. കാരണം മലർവാടി എന്ന് പറയുന്ന സിനിമയാണ് ആദ്യത്തെ സിനിമ. അതിൽ ഞാനൊരു 1.5 മിനിറ്റുള്ള ചെറിയ സീനാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. 1.5 മിനിറ്റ്, അത് രാത്രിയാണ്, കണ്ടാൽ മനസ്സിലാവില്ല, അത്രയും ചെറിയ സീനാണ്. പക്ഷെ ഇപ്പം ഒരു സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ഹീറോ എന്നുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു. ഞാൻ എൻ്റെ ഗ്രാഫ് നോക്കുന്നത് ഞാൻ മുകളിലേക്കാണ്, പക്ഷെ ഭയങ്കര ചെറുതായിട്ട് പൊങ്ങി വരുന്നില്ലെങ്കിലും പക്ഷെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. അത് അങ്ങനെ ഇപ്പൊ ഒരു 9 വർഷത്തിന്റെ ഇടയിൽ ചിലപ്പം ഒരു സിനിമയും ചെയ്യാതെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതിലും ഭേദമാണല്ലോ ചെറിയ ചെറിയ സിനിമകൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഉണ്ടല്ലോ, ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു കാര്യം തന്നെ. ഞാൻ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വേറെ ജോലിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സിനിമ കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചത്. അപ്പൊ അതിൽ നിന്നുള്ളൊരു വരുമാനം സിനിമയിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഒരു ആക്ടർ ആയിട്ടില്ലായിരുന്നെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ MC ആണ് പഠിച്ചത്. അപ്പോൾ അത് കുറെ സപ്ലൈ എഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തു. ഇതന്നെയായിരുന്നു മോഹം. എങ്ങനെയാ മൂവിയിലേക്ക് എൻട്രി ഉണ്ടായത്? ഒരുപാട് അങ്ങനെ മോഹിച്ചിട്ടൊന്നുമില്ല. സിനിമകൾ കാണുമ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ അനിയന്മാർ രണ്ടുപേരും നാടകം ചെയ്യുന്നവരാണ്. അപ്പം ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നാടകം അത്യാവശ്യം നല്ല കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടകമാണ്. അപ്പൊ ആ സിനിമയിൽ അല്ലാപ്പിച്ച മുല്ലാക്ക, രവി എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത എൻ്റെ മാമന്മാരാണ്. അവർക്ക് അവിടെ ഒരു നാടക ട്രൂപ്പ് ഉണ്ട്, അന്നൂർ നാടക വീട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാബു അന്നൂർ, കണ്ണൂർ ബാബു അന്നൂർ എന്ന് പറഞ്ഞ ആക്ടർ എൻ്റെ അമ്മയുടെ മാവനാണ്. അപ്പം അവർ ചെയ്ത നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനതൊരു സിനിമയിൽ എനിക്ക് നാടകം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ സ്കൂളിൽ അവസാനം എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറണമല്ലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഒരു നാടകം ചെയ്തത്. സമയം എന്ന് പറഞ്ഞിട്ടുള്ള നാടകം എൻ്റെ മാമൻ ചെയ്ത നാടകമാണ്. ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കണ്ടാണ് നാടകം. ഞാൻ വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടി. അപ്പം ഞങ്ങൾ തന്നെ സ്കൂളിൽ വന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട്, പക്ഷെ നാടകം ഭയങ്കര കുളമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പേപ്പറിൽ ഇടയ്ക്ക് വരും സിനിമ എന്ന് പറഞ്ഞൊരു കോളം വരുമല്ലോ. ഇപ്പോൾ ആൽബത്തിലേക്ക് ഒരു നമ്പർ വരും, അപ്പോൾ അത് വിളിച്ചു നോക്കും, ഫോട്ടോ അയക്കാൻ വേണ്ടി വരും. അങ്ങനെ കുറെ ഉടായ്പകളും ഉണ്ടായിരുന്നു. കുറെ ഉടായ്പകളിൽ ഇങ്ങനെ നമ്മൾ ചില ഉടായ്പകളിൽ പോയിട്ട് പെട്ടിട്ട് ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ തിരിച്ചു വരേണ്ടിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മലർവാടി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നത്. അത് ശരിക്കും ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളതിന് തെളിവാണ്. അങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത്. പക്ഷെ ഒരുപാട് ചെറുപ്പം മുതലേ ഇപ്പോൾ ആക്ടർ ആവണം അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഈ സ്റ്റേജിൽ കയറാൻ കുറച്ച് മടിയും പേടിയുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടാന്ന് പറയുന്നത് എപ്പോഴും ഒരു ആഡ് ഓൺ ആണല്ലേ? ആണ്. കാരണം എന്താ വെച്ചാൽ പക്ഷെ അത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ സിനിമ ആഗ്രഹം തോന്നി തുടങ്ങിയത് കോളേജൊക്കെ ആ സമയത്താണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ പേര് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി മീറ്റ് ചെയ്തു. ചില സിനിമകളിൽ ഫൈനൽ വരെ എത്തിയിട്ട് 2 ദിവസം മുന്നേ ആയിരിക്കും നമ്മൾ ഇല്ല എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിനിമയിൽ ഇതേപോലെ ഷൂട്ടിംഗ് തുടങ്ങാൻ അത് ഞാൻ ആ ഡയറക്ടറിൻ്റെ അസോസിയേറ്റ് അല്ല പ്രൊഡക്ഷൻ കൺട്രോളിനെ വിളിച്ച് സംസാരിച്ച് അവസാനം നീ വാ എന്ന് പറഞ്ഞു. വന്ന് പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് സെലക്ട് ചെയ്ത് ഷൂട്ട് അടുത്ത ആഴ്ച തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് ആ പ്രൊഡ്യൂസറിൻ്റെ അമ്മ മരിക്കുന്നതും ആ പടം 1 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. അപ്പോൾ ആ 1 മാസത്തെ ഗ്യാപ്പിൽ ഡയറക്ടർക്ക് വേറൊരു ആർട്ടിസ്റ്റ് മതി എന്നുള്ള ധാരണ വന്നു. അപ്പോഴൊക്കെ ഭയങ്കര നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും സിനിമയിൽ ഉണ്ടല്ലോ എന്നുള്ളത് പറയുമ്പോൾ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇനി തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാവും ഈ സിനിമയിൽ നിൽക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ എന്താ ദീപകിന്റെ? അങ്ങനെ ഇപ്പൊ സിനിമയാണ് ഭയങ്കര സ്വപ്നം. അപ്പൊ സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഞാൻ അറിയാതെ തന്നെ കുറെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഷറഫ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. അപ്പൊ അത് ആ സിനിമ കണ്ടിട്ട് ഷർഫക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ ഭാര്യ പറഞ്ഞു എന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് ഇടയ്ക്ക് സംസാര രീതിയൊക്കെ തോന്നി. പിന്നെ കണ്ണട ഒരു തുടക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പോലെ തോന്നി. അത് പക്ഷെ എങ്ങനെയോ സംഭവിച്ചാണ്. ഇപ്പം കാണാൻ ആ കണ്ണടയും ആ ഏകദേശം അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നാം. പിന്നെ ആ ക്യാരക്ടറും അങ്ങനെയാണല്ലോ.
അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. പിന്നെ ഈ രക്ഷാധികാരി ബൈജു ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അത്. സിനിമയും ഭയങ്കര നല്ല സിനിമയാണ്. അത്രയും നല്ല സിനിമയിൽ രഞ്ജൻ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ അതൊക്കെ സംഭവിച്ചു വരുന്നുണ്ട്. ഓക്കെ, സ്വപ്നങ്ങള് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ക്യാരക്ടർ ചെയ്യാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ എന്റെ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ മലർവാടി എന്ന് പറഞ്ഞ സിനിമയിൽ 5 നായകന്മാരിൽ ഒരാളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരി. അപ്പോൾ 5 പേർക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ ആയിരുന്നു. അതിലൊരു ചെറിയ ക്യാരക്ടർ ആയിരുന്നു. ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഹീറോ ആവാനുള്ള ആഗ്രഹം എല്ലാ നടന്മാർക്കും ഉണ്ടാവും. അതിപ്പോ എനിക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടേഴ്സും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്.